സ്ത്രീകൾക്ക് KSRTCയിൽ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്രയെന്ന കേരള സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കിയതിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഇതൊരു നല്ല തുടക്കമാണ്. ഇതുമൂലം ആനുകൂല്യം കിട്ടുന്നത് 1,62,00,000 വരുന്ന 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ്. അതായത് 162 ലക്ഷം സ്ത്രീകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു. എന്നാൽ ഇതുമൂലം ലാഭം കുറയുന്നത്, വരുമാനത്തിൽ കുറവ് വരുന്നത് ഏകദേശം 7,000 മുതൽ 13,000 വരെയും വരുന്ന പ്രൈവറ്റ് ബസ് ഓണേഴ്സിനാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഒരു ഓണറുടെ വരുമാനക്കുറവിന് പകരമായിട്ട് 2,500 സാധാരണ സ്ത്രീകൾക്കാണ് മെച്ചം കിട്ടുന്നത്. ഒരാൾക്ക് കുറവ്, 2,500 പേർക്ക് ഇളവ്. ഈ 2,500 പേർക്ക് പൊതുസമൂഹത്തിന് കിട്ടുന്ന ഇളവിനെ ഒരാൾക്ക് വരുമാനം കുറയുമെന്നും പറഞ്ഞ് അവസാനിപ്പിക്കാനെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. എല്ലാ വ്യവസായവും അങ്ങനെയാണ്. മത്സരിച്ച് ജയിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യത്തിൽ അനേക കടകൾ, അനേക സ്ഥാപനങ്ങൾ നിർത്തുന്നു, അനേക വ്യവസായങ്ങൾ നിർത്തുന്നുണ്ട്. വലിയ മാളുകൾ വന്നപ്പോൾ അനേക ചെറുകിട സ്ഥാപനങ്ങൾ നിർത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പൊതുവായ ഒരു വലിയ സമൂഹത്തിന് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് ഒരു ചെറിയ വിഭാഗത്തിന് വരുന്ന നഷ്ടത്തെക്കാളും പ്രധാനമായും സർക്കാരുകൾ പരിഗണിക്കേണ്ടത്. എന്നാൽ മുൻകാലങ്ങളിൽ പലപ്പോഴും അങ്ങനെയല്ല. ചെറിയ വിഭാഗത്തിൻ്റെ സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങി വലിയ വരുന്ന സംഘടിതരല്ലാത്ത സാധാരണ ജനത്തെ അവഗണിച്ചുകൊണ്ട് ബസ് ചാർജും മറ്റും ഒരു സമരം നടത്തി കഴിയുമ്പോൾ ബസ് ചാർജ് കൂട്ടും. ഈ പരിപാടിയായിരുന്നു. കാരണം ഈ ചെറിയ വിഭാഗത്തിൻ്റെ നിന്ന് രാഷ്ട്രീയക്കാർക്ക് പണം പിരിക്കുവാനും അവർക്ക് പലവിധ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പൊതുജനം ഇതെല്ലാം സഹിക്കുമായിരുന്നു. ഇപ്പോൾ പൊതുജനത്തിന് ഗുണം കിട്ടുന്ന കാര്യം വന്നപ്പോൾ മറ്റവരിതിനെ എതിർക്കാൻ നോക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്ക് ജനങ്ങളുടെ സർക്കാർ, ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. അല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് വേണ്ടിയല്ല. അവർ നിലകൊള്ളേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ പൊതു താല്പര്യമാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഒരാളുടെ താല്പര്യമോ 2,500 പേരുടെ താല്പര്യമോ അതാണ് വിഷയം. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. പൊതു താല്പര്യത്തിനായിരിക്കണം മുൻഗണന കൊടുക്കുന്നത്. മറ്റേ ചെറിയ മാർജിനലൈസ്ഡ് സെക്ഷൻസ് അവർക്ക് വേറെ വരുമാനത്തിനുള്ള എല്ലാ വ്യവസായങ്ങൾക്കും അതെ. അവരെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് നിയമവ്യവസ്ഥകൾ ഇളവ് കൊടുക്കുക, അവർക്ക് ടാക്സ് കുറച്ച് കൊടുക്കാം, അവർക്ക് സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ നടത്താൻ, റോബിൻ ബസ്സൊക്കെ നടത്തുന്ന പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസ് അവരെ നടത്താനായിട്ട് ഉള്ള വഴികൾ തുറന്നു കൊടുക്കുക. അപ്പോൾ അവരുടെയും കാര്യങ്ങൾ നന്നായിട്ട് നടക്കും. അല്ലാതെ ഈ പൊതുജനത്തിൻ്റെ താല്പര്യത്തെ അവഗണിച്ചുകൊണ്ട് മറ്റവരുടെ താല്പര്യം ബലപ്രയോഗത്തിന് വഴങ്ങുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. പിന്നെ പാലം വന്നപ്പോൾ കടത്തുകാരന് ജോലി പോയിട്ടുണ്ട്. കടത്തുകാരന് ജോലി കളയാൻ വേണ്ടിയല്ല, പക്ഷേ പൊതുജനത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പാലം വന്നു, കടത്തുകാരന് ജോലി പോയി. പക്ഷേ കടത്തുകാരൻ അടുത്ത ജോലിയിൽ കിടന്നു. ജീപ്പിൽ സാധനം കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ കാളവണ്ടിക്കാരുടെ എല്ലാം പണി നിന്നു. കാളവണ്ടി പോലും വിൽക്കാൻ പോലും ആരും മേടിക്കാതെയായി, നിന്നുപോയി. അവരെല്ലാം മറ്റു തൊഴിലിലേക്ക് പോയി. അപ്പോൾ ഒരു കടത്തുകാരൻ്റെ ജോലി പോകുമെന്ന് പറഞ്ഞ് പാലം പണിയാതിരിക്കാനോ, അല്ലെങ്കിൽ കാളവണ്ടിക്കാരുടെ തൊഴിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞ് മറ്റ് യന്ത്രവൽകൃത വാഹനങ്ങൾ വരാതിരിക്കാനോ വിലക്കുവാനോ, അല്ലെങ്കിൽ കട്ടിൽ കെട്ടിക്കൊണ്ടിരുന്ന അനേകരുടെ തൊഴിൽ പിൽക്കാലത്ത് നിന്നുപോയി. പ്ലൈവുഡും ഒക്കെ കട്ടിലിൽ അടിക്കാൻ തുടങ്ങിയപ്പോൾ അവരൊക്കെ മറ്റു തൊഴിലുകളിലേക്ക് പോയി. അത് സമൂഹത്തിൽ വരുന്ന പുരോഗമനപരമായ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമാണത്. അപ്പോൾ സമ്മർദ്ദം, പൊതുജനത്തിന് പ്രയോജനം കിട്ടുന്ന കാര്യത്തിൽ വിലങ്ങുതടിയായി നിൽക്കരുത്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇനി ചിലർ പറയുന്നത് 50,000 രൂപ മറ്റും വരുമാനമുള്ള സ്ത്രീകൾക്ക് എന്തിനാണ് ഈ ആനുകൂല്യമെന്നാണ്.
സ്ത്രീകൾക്ക് 50,000-ൽ കോടാനുകോടി രൂപ വരുമാനമുള്ള ജനപ്രതിനിധികൾക്ക് ഏകദേശം എല്ലാം തന്നെ സൗജന്യമാണ്. അതാരാ കൊടുക്കുന്നത്? അത് കൊടുക്കുന്നത് ഈ സാധാരണ ജനമാണ്. അപ്പോൾ 50,000 രൂപ വരുമാനമുള്ള സ്ത്രീക്കും ഒരു വണ്ടിക്കൂലി കുറഞ്ഞ് കിട്ടിയതിൻ്റെ പേര് കണ്ടുമാനം വിഷമിക്കൊന്നും വേണ്ട. അവർക്കും കിട്ടട്ടെ. ഈ സമൂഹത്തിൽ ഒരു സർക്കാർ, ജനപ്രിയമായ ഒരു സർക്കാർ ജനങ്ങളുടെ മേൽ പരമാവധി ഭാരം കുറയ്ക്കാനും ജനങ്ങൾക്ക് പരമാവധി ആനുകൂല്യം കൊടുക്കാനും ഉള്ള ഒരു പ്രവണത, അതാണ് എല്ലാ സിവിലൈസ്ഡ് പരിഷ്കൃത സമൂഹങ്ങളും ചെയ്യുന്നത്. അവർക്ക് ഗവൺമെൻറ് ഒരു പ്രൊട്ടക്ഷനാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുക, അല്ലാതെ ജനങ്ങളെ എങ്ങനെ പിഴിയാമെന്ന് ഗവേഷണം നടത്തുന്ന ക്രൂരമായ ചൂഷകരായ സർക്കാരുകൾ പോലെയല്ല. പിന്നെ KSRTCയുടെ നഷ്ടത്തെക്കുറിച്ച് ആരും പേഴ്സണലായിട്ട് വിലപിക്കേണ്ട കാര്യമില്ല. KSRTC ഇതിനു മുൻപ് ആർക്കും ആനുകൂല്യം കൊടുത്തിട്ടില്ല. പക്ഷേ KSRTC ഭീമമായ നഷ്ടത്തിലാണ് ഈ ചരിത്രാതീത കാലം മുതൽ. ഈ നഷ്ടം വരുത്തിയത് എന്തുകൊണ്ടാണ്? മിസ്മാനേജ്മെൻറ്റ്, കളവ്, കമ്മീഷനടിച്ച് ആവശ്യമില്ലാതെ വണ്ടികൾ വാങ്ങിക്കൂട്ടുക, യൂണിയൻകാരുടെ ഭരണം. ഈ വരുത്തിയ നഷ്ടങ്ങൾ, ഒരു കാരണവുമില്ലാതെ വരുത്തിയ നഷ്ടങ്ങളെല്ലാം ആരാ വഹിച്ചത്? ഇവിടുത്തെ ജനത്തിൻ്റെ ടാക്സിൽ നിന്നാണ് KSRTC ഓടിയത്. അല്ലാതെ ആ പ്രസ്ഥാനം നടത്തി ലാഭം ഉണ്ടാക്കി ഓടിയതല്ല. അതുകൊണ്ടാണ് മുമ്പുണ്ടായിരുന്ന MD ടോമിൻ തച്ചങ്കരി പറഞ്ഞത്, KSRTC ബസ്സിൽ കയറാത്ത ഓരോ ആളും ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. കാരണം നിങ്ങളത് കയറിയാലും കയറിയില്ലെങ്കിലും അതിൻ്റെ ചിലവ് വഹിക്കുന്നത് നിങ്ങളാണെന്ന്. അപ്പോൾ പണ്ടും വെറുതെ നഷ്ടം ജനങ്ങൾ വഹിച്ചെങ്കിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു വണ്ടിക്കൂലി കുറവ് കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പം നഷ്ടം വന്നാലും എന്തെങ്കിലും ഒരു വണ്ടിക്കൂലിയെങ്കിലും കുറച്ച് കിട്ടിയതിൻ്റെ കൊണ്ടാണല്ലോ അപ്പോഴും ജനമാണ് അതിൻ്റെ നഷ്ടം വന്നാൽ വഹിക്കുന്നത്. ഈ പണ്ട് വന്നതും ഇപ്പോൾ വരുന്നതുമായ നഷ്ടം ആരുടെയും പോക്കറ്റിൽ നിന്നല്ല, അന്നും ഇന്നും ജനമാണ് വഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊതുജനത്തിന് ഗുണകരമായ സോഷ്യൽ വെൽഫെയർ ഒരു പ്രസ്ഥാനം, അതുതന്നെയല്ല പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ശക്തീകരിക്കാനും അതിന് വേണ്ട ഇളവുകൾ കൊടുക്കുക എന്നുള്ളത് എല്ലാ പരിഷ്കൃത സമൂഹങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ശക്തീകരിച്ചാൽ അനാവശ്യമായി ആളുകൾ പ്രൈവറ്റ് വാഹനവുമായിട്ട് റോഡിലിറങ്ങി തിരക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ശക്തീകരിക്കുക, അത് KSRTCയിലൂടെ ആണേലും അതുപോലെ പ്രൈവറ്റ് മേഖലയിലൂടെ ആണേലും. അപ്പോൾ അവിടെ നഷ്ടം വരുന്ന പാർട്ടികൾക്ക് ആവശ്യമായ ഹെൽപ്പുകൾ സർക്കാർ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും, അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ് ഒരു പൗരൻ എന്ന നിലയിൽ. പക്ഷേ അതിൻ്റെ പേരിൽ അതിനെ സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ച് അതിനെ നിർത്തലാക്കിക്കാനുള്ള ഒരു ഉദ്യമമൊന്നും വിജയിക്കുകയില്ല. അതിനൊന്നും അല്പം പോലും വശമ്മതരാകാൻ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇടയാകരുത് എന്നുള്ളത് ഒരു പൗരനെന്ന നിലയിൽ ഓർപ്പിക്കുകയാണ്.